വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കനുമായിട്ടാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഹോട്ടലിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് നമുക്ക് എങ്ങനെയാണ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചിക്കനിൽ നമുക്ക് മാരിനേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ 1/2 കിലോ ചിക്കന് നമുക്ക് 1/2 കപ്പ് നല്ല കട്ട തൈര്, വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ നല്ല പുളിയില്ലാത്ത തൈര് നിങ്ങൾ എടുക്കുക. എന്നിട്ട് അരമണിക്കൂർ നേരം ഒരു അരിപ്പയിൽ ഇങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ അരിപ്പയിലൂടെ ഇട്ട് വെച്ചാൽ അടിയിൽ വെള്ളം അങ്ങ് കളഞ്ഞു പോകും. അപ്പം വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള പുളിയില്ലാത്ത നല്ല കട്ട തൈര് 1/2 കപ്പ്, 500 കിലോ ചിക്കൻ 1/2 കപ്പ് തൈരോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറാണ്. കശ്മീരി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ നമ്മുടെ മുളക് പൊടി എടുത്താൽ മതിയാവും. അവനവരുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ട നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതലധികം ചേർക്കാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസൂരി മേത്തിയാണ്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഈ തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി ഞാനിവിടെ 1/2 ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചിട്ടുണ്ട്. അത് നമുക്കിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതായത് 1 ടീസ്പൂണ് ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഒന്ന് ഞാൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഗരം മസാല പൊടി കൂടി ചേർക്കാം. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുള്ള നല്ല കട്ടിയുള്ള മാരിനേഷനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തൈരിലൊരു ഒട്ടും നമ്മൾ വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മാരിനേഷൻ കിട്ടിയത്. ഇനി ഞാനിവിടെ വലിയ ചിക്കൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു കത്തി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ വരഞ്ഞിട്ടുണ്ട്. കാരണം ഉള്ളിൽ നല്ലോണം മാരിനേഷൻ പിടിക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിലോട്ടേക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കാം എല്ലാ കഷ്ണങ്ങളിലും. അപ്പോൾ വലിയ കഷ്ണങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ചെറിയ കഷ്ണങ്ങളായാലും മതി. ചെറിയ ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ഈ മാരിനേഷൻ തിരിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മറക്കാതിരിക്കുക. കാരണം ഞാനിവിടെ 1/2 കിലോ ചിക്കൻ്റെ മാരിനേഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 കിലോ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് എമൗണ്ട് കൂട്ടി കൊടുക്കണം, തൈരിൻ്റെതും മുളകിൻ്റെ ഒക്കെ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലും ഞാൻ ഈ മാരിനേഷൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ക്ലിങ് റാപ്പ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നിങ്ങൾ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് തലേന്ന് തന്നെ മാരിനേഷൻ പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ നന്നായിട്ട് ടേസ്റ്റ് അങ്ങ് ഇറങ്ങും. അല്ലെങ്കിൽ ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും നിങ്ങൾ ഈ മാരിനേഷൻ വെക്കണം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഇത് വെക്കാൻ പോവുകയാണ് ഈ കഷ്ണങ്ങളൊക്കെ. നിങ്ങളുടെ വീട്ടിൽ ഈ കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൂടി കൊണ്ട് മൂടി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഇതാ അടുത്ത ദിവസം ഞാനിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ നന്നായിട്ട് ഈ മാരിനേഷനൊക്കെ ചിക്കനിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം ചിക്കൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൈയിങ് പാനാണ്. നമ്മൾ ഓവനോ അല്ലെങ്കിൽ ഗ്രിൽഡോ അതൊന്നുമല്ല, സാധാ നമ്മൾ ദോശ ഉണ്ടാക്കുന്ന തവ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിപ്പോൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കടുകെണ്ണയാണ് പൊതുവെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മളങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സമയത്ത് നമുക്കൊരു 2 or 3 നമ്മുടെ പാനിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്കങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 അടുപ്പിലും ഞാൻ വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാനിലും കൂടി നമുക്കത് വെക്കണം. ഇനി അതിന് ശേഷം ഞാനിവിടെ മൂടി വെച്ചിട്ട് നമുക്കിത് ചിക്കൻ വേവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചും ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്നിട്ട് ചിക്കന് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊക്കെ ഈ ഹോട്ടലിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാൻ പറ്റും, നല്ല റെഡ് കളർ ഉണ്ടാവും അല്ലേ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 വലിയ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവ്
അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് കുറച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു മിക്സാണ് നമ്മളിതിന് മുകളിലൊന്ന് തൂവി കൊടുക്കുന്നത്, ആ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെയും മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. ഏകദേശം ചിക്കൻ വേവാൻ 15 മുതൽ 20 മിനിറ്റെങ്കിലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നന്നായിട്ട് ഇത് ചിക്കൻ വേവണം. ഇപ്പോൾ കണ്ടല്ലോ, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ തന്തൂരി ചിക്കൻ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തെടുക്കാം നമ്മുടെ ചിക്കൻ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് വയ്ക്കാം. തന്തൂരി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിരട്ടയുടെ കനൽ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ചിരട്ടയുടെ കനൽ വെച്ചിട്ടുണ്ട്. ഒരു അര ചിരട്ടയുടെ കനൽ മാത്രം മതിയാവും. ഇനി നമുക്ക് അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂണ് വേണമെന്നില്ല, ഒരു ടീസ്പൂണെങ്കിലും നെയ്യ്, നമ്മുടെ നാടൻ നെയ്യ് നമ്മളിങ്ങോട്ടേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് കണ്ടല്ലോ, അപ്പോൾ സ്മോക്കി എഫക്റ്റ് കണ്ടില്ലേ? ആ സ്മോക്കി എഫക്റ്റ് എന്ത് ഭംഗിയാണ് കാണാൻ, നല്ലൊരു മാജിക് പോലെ ഉണ്ടല്ലോ അല്ലേ നമ്മളെ റെസിപ്പി കാണാൻ. അപ്പോൾ തന്നെ ഈ സ്മോക്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ഫ്ലേവർ നമുക്കിതിന് കിട്ടും. 5 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് പുറത്തെടുത്തിട്ട് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ചപ്പാത്തി, മയോണൈസ്, നാൻ, അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നാവിൽ കൊതിയൂറുന്ന ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്